ഒരു പേനയും പേപ്പറും എടുത്തോളൂ. കാരണം 2026 ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരേ ഒരു ഗൈഡ് ഇതാണ്. പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ട് സമയം കളയരുത്. കാരണം AI വന്നതോടെ ഈ ഇൻഡസ്ട്രി ടോട്ടലായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതികളും സ്ട്രാറ്റജീസും നിങ്ങൾ പഠിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു റോഡ് മാപ്പ് കാണിച്ചു തരാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാച്ചുറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട് എന്ന് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ അത് ശരിയായിട്ട് പഠിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസി ആയിട്ടുള്ള സ്കില്ലല്ല, മറിച്ച് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബിസിനസ് സോൾവിങ് സ്കില്ലായിട്ട് മാറിയിരിക്കുകയാണ്. 100% ഉറപ്പോടെ എനിക്ക് പറയാനായിട്ട് പറ്റും. ഇക്കാലത്ത് അത്രയധികം ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റർമാരെ തിരയുന്നുണ്ട്. പക്ഷെ അവർക്ക് ശരിയായ യോഗ്യത ഇല്ലാത്തതിനാലോ സ്കില്ല് ശരിയായി അറിയാത്തതിനാലോ നല്ല ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഗൂഗിളില് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിന്റെ ജനപ്രീതി എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ കയറി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് എന്ന് സെർച്ച് ചെയ്തോളൂ, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ സ്കില്ല് പഠിക്കാൻ ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു സമയം. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സോ മറ്റൊരാളുടെ ബിസിനസ്സോ ഒരു സ്റ്റാർട്ടപ്പോ ഒരു ഏജൻസിയോ അങ്ങനെ ആരുടെയും ബിസിനസ് വളർത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെയും ഏത് ബിസിനസിനെയും ഡിജിറ്റലായിട്ട് വളരാനായിട്ട് എളുപ്പത്തിൽ സഹായിക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ, പെയ്ഡ് അഡ്വർടൈസിംഗ്, വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിജിറ്റൽ മീഡിയ വഴി നിങ്ങൾ ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നിലധികം പാർട്സ് ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. സോഷ്യൽ മീഡിയ, പെയ്ഡ് അഡ്വർടൈസിംഗ്, മെറ്റാ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് തുടങ്ങി നിരവധി ടൈപ്സ് ഉണ്ട്. എന്നാൽ ഇന്ന് ഇത് വെറും 2 വിഭാഗമായിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് പെയ്ഡ് ആൻഡ് ഓർഗാനിക്. പെയ്ഡില് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അഫ്കോഴ്സ് നിങ്ങൾ പരസ്യങ്ങൾ റൺ ചെയ്യും, പൈസ കൊടുത്തിട്ട് നിങ്ങൾ പരസ്യങ്ങൾ റൺ ചെയ്യും. ബിസിനസിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഓർഗാനിക്കിലോ നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, കോണ്ടന്റ് സൃഷ്ടിക്കേണ്ടതുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് നടത്തേണ്ടതുണ്ട്. എന്നാൽ ശരിക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ എങ്ങനെ ആരംഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ചോദിക്കുക, നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു അനലിറ്റിക്കൽ സ്കില്ലുള്ള ഒരു പേഴ്സൺ ആണോ എന്നുള്ളത്. അത് മനസ്സിലാക്കുന്നവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം നിങ്ങളൊരു ഇന്റേൺഷിപ്പോ ഒരു ജോലിയോ അപേക്ഷിക്കുമ്പോൾ മിക്ക കമ്പനികളിലും സ്പെസിഫിക് റോൾസ് ആയിരിക്കും ഉണ്ടാവും. വളരെ കുറച്ച് കമ്പനീസ് മാത്രമായിരിക്കും മൊത്തത്തിലൊരു ഡിജിറ്റൽ മാർക്കറ്ററെ നോക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പലതരം റോൾസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്നുള്ളത് സ്വയം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണി എങ്ങനെയായിരുന്നു ആരംഭിച്ചത് എന്ന് പറയാം. ആദ്യം ഞാൻ SEO കോഴ്സാണ് പഠിച്ചത്. വെബ്സൈറ്റ്സ് എങ്ങനെയാണ് ഗൂഗിളിന്റെ മുന്നിൽ എത്തിക്കുക എന്നായിരുന്നു ആ ടെക്നിക്കൽ വശമായിരുന്നു ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവർ മനസ്സിലാക്കിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലോട്ടേക്ക് പോയി. വെറുതെ പോസ്റ്റേഴ്സ് ഇടുന്നതിനപ്പുറം ആളുകളെ എങ്ങനെയാണ് ഒരു ബ്രാൻഡുമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അവിടെ നിന്ന് ഒരു സ്ട്രാറ്റജി സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിലോട്ടേക്ക് ഞാൻ വളർന്നു. അതായത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആഴ്ചകളും മാസങ്ങളും നീളുന്ന മാർക്കറ്റിംഗ് പ്ലാനുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നാൽ ഇതിന്റെ അടുത്ത ലെവല് ഉറപ്പായിട്ടും പൈസ മുടക്കിയിട്ടുള്ള അഡ്വർടൈസിംഗ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പെയ്ഡ് അഡ്വർടൈസർ ആയിട്ട് ഞാൻ അവിടെ മാറി. ഫേസ്ബുക്കിലും ഗൂഗിളിലും കൃത്യമായിട്ട് ടാർഗറ്റിങ്ങിലൂടെ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഞാൻ അവിടെ പഠിച്ചു. ഇന്ന് ഞാനൊരു പെർഫോമൻസ് മാർക്കറ്ററാണ്. അതായത് ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ ലാഭം ബിസിനസ്സിന് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എന്റെ മെയിൻ റോൾ. അപ്പോ നിങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കരിയർ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡോ ഒരു സ്കില്ലോ പഠിക്കുക. എന്നാൽ മാത്രമേ അതിന് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി തരാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു സ്കില്ലായിട്ട് പെയ്ഡ് അഡ്വർടൈസിംഗ് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കാം. അത് ഞാൻ പഠിക്കാനും അതിൽ എന്റെ കരിയർ വളർത്താനും തീരുമാനിച്ചു. അപ്പോ ഇനി അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിലുള്ള എല്ലാ സോഴ്സസും നോക്കണം അല്ലെ.
യൂട്യൂബിലുള്ള ഫ്രീ കണ്ടന്റ്സ് നോക്കി എനിക്ക് ബേസിക്സ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ നീഷിലുള്ള ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്താലോ അതിൽ നിന്നും എനിക്ക് പഠിക്കാം. അതുവഴി ഒരുപാട് അപ്ഡേറ്റ് ആയിരിക്കാനും അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും എനിക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇനി ഗൂഗിൾ, മെറ്റ, സെംരഷ് പോലെയുള്ള പ്രധാന പ്ലാറ്റ്ഫോംസിൽ നിരവധി ഫ്രീ കോഴ്സുകൾ ലഭ്യമാണ്. ഇത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആകുന്നതിന് ഈ 3 കോഴ്സുകൾ അൺബിലീവിംഗ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് അത് ആക്സസ് ചെയ്യുന്നതും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂടാതെ നിങ്ങൾക്ക് അതിന്റെ കൂടെ സർട്ടിഫിക്കേഷൻസും കിട്ടും. അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കമ്പനീസിലോടൊക്കെ പോകുമ്പോൾ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തേത് ഫേസ്ബുക്കിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽ കോഴ്സാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക്സ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കോഴ്സ് എടുക്കണം എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രമിക്കാം. പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ്, എവിടെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ പ്ലാറ്റ്ഫോമിന്റെയും സ്വഭാവം എന്താണ്, ഒരു പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് എങ്ങനെ ഡിജിറ്റലായി മാർക്കറ്റ് ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഗൂഗിൾ നൽകുന്ന ഈ പ്രോഗ്രാം ഡേറ്റയും സെർച്ച് എഞ്ചിനും പെർഫോമൻസിനെയും കുറിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇ കൊമേഴ്സ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരാൾ ഗൂഗിളിൽ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്കത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നാണല്ലോ അതിനർത്ഥം വരുന്നത്. ഈ ഇന്റന്റ് എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ചിട്ട് ഏത് പരസ്യമാണ് ലാഭം ഉണ്ടാക്കുന്നതും ഏതാണ് നഷ്ടം ഉണ്ടാക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കോഴ്സ് സഹായിക്കും. ഒരു ഓൺലൈൻ സ്റ്റോർ എങ്ങനെ സീറോ നിന്നും വളർത്തിയെടുക്കാം എന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ ഐഡിയ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് മൂന്നാമത്തത് സെംരഷിന്റെ AI അനലിസ്റ്റ് കോഴ്സാണ്. 2026 നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണിത്. കാരണം പഴയ രീതിയിലുള്ള SEO ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് സെർച്ച് എഞ്ചിനുകൾ എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്ന് ഈ കോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. AI സെർച്ച് റിസൾട്ടുകൾക്കിടയിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ റാങ്ക് ചെയ്യിപ്പിക്കാം എന്നും AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ വേഗത്തിൽ കീവേഡ് റിസർച്ച് കണ്ടന്റ് പ്ലാനിങ് നടത്താം എന്നും ഇതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ കാലത്ത് ഒരു സെർച്ച് എഞ്ചിൻ മാർക്കറ്റർക്ക് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താണ്? ഈ അറിവാണ്. അപ്പോൾ ഈ 3 കോഴ്സുകളും വെറുതെ കണ്ടു തീർക്കല്ല വേണ്ടത്, അതിൽ ഓരോ പെയിൻ പോയിന്റ്സും നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് മാർക്കറ്റിൽ വലിയൊരു അംഗീകാരം നേടിത്തരുകയും ചെയ്യും. സോ ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആ സ്കിൽസിനെ പ്രൊഫഷണൽ ലെവലിലോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇതിനെയാണ് നമ്മൾ സ്കിൽ പോളിഷിംഗ് എന്ന് പറയുന്നത്. ഒരു സാധാരണ ഡിജിറ്റൽ മാർക്കറ്ററും ഒരു പ്രോ ഡിജിറ്റൽ മാർക്കറ്ററും തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്പെഷ്യലൈസേഷനിലാണ്. നിങ്ങളൊരു വീഡിയോ എഡിറ്ററുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ക്രിയേറ്റീവായിട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടും അല്ലെ. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും നിങ്ങളുടെ സ്കിൽസ് എത്രത്തോളം മിനുക്കിയെടുക്കുന്നുവോ അത്രത്തോളം വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. പഠിച്ച കാര്യങ്ങൾ വെറുതെ വെച്ചിരുന്നാൽ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തു നോക്കണം. ഞാൻ SEO പഠിച്ചപ്പോൾ ചെയ്തതുപോലെ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റോ ബ്ലോഗോ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ തുടങ്ങിയോ പരിചയത്തിലുള്ളവരുടെ ചെറിയ ബിസിനസ്സുകൾക്ക് വേണ്ടി അഡ്വർടൈസിങ് ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവ് മറ്റൊരു ഇന്റേൺഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകില്ല. ഇനി ജോലി വേണമെങ്കിൽ ഇന്റേൺശാല പോലുള്ള സൈറ്റുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജോബ്സ് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ അവിടെ പോകുമ്പോൾ എനിക്കിതൊക്കെ അറിയാമെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് അവിടെ നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി തരുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം 2026 AI ഇല്ലാതെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ChatGPT, Gemini, Midjourney, Runway, നോട്ട്ബുക്ക് എല്ലാം ഇതേപോലത്തെ ഒരുപാട് ടൂളുകൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ട് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് കണ്ടന്റും സ്ട്രാറ്റജിയും ഉണ്ടാക്കാനായിട്ട് ദിവസങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇന്ന് AI ഉപയോഗിച്ചിട്ട് അത് വെറും 40% വേഗത്തിൽ നമുക്ക് തീർത്തെടുക്കാനായിട്ട് പറ്റും. ബാക്കി സമയം നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും മറ്റ് പുതിയ സ്ട്രാറ്റജീസ് ആലോചിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. AI ഒരിക്കലും നിങ്ങളുടെ ഒരു ജോലി കലയല്ല ചെയ്യുന്നത്, പകരം അത് നിങ്ങളുടെ സ്പീഡ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഏത് കമ്പനിയിൽ ജോലിക്ക് പോയാലും അവർ ആദ്യം നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം സ്മാർട്ടായിട്ട് AI ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്
പ്ലസ് AI എന്ന കോംബോ ആണ് 2026 സക്സസ് മന്ത്രം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്ന ഈ ഒരു റോഡ് മാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മികച്ചൊരു കരിയർ 2026 ഉറപ്പാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്, ഞാൻ എല്ലാത്തിനും മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.